ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? ഇന്ന് നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 കളറിലുള്ള വൂളൻ ത്രെഡ് എടുക്കാം. ഇത് വെച്ച് നമുക്കൊരു സാൻഡാന ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കീ ചെയിനായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ഡെക്കോറായിട്ടും പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കട്ടിയുള്ളൊരു പേപ്പർ വേണം. അത് ഇതുപോലെ നേർത്തതായിട്ട് കട്ട് ചെയ്യുക, റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു റിങ് പോലെ ഒട്ടിച്ചെടുത്താൽ മതി. ആദ്യം നമ്മളൊരു തൊപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു തൊപ്പിക്ക് വേണ്ട വലിപ്പമാണ് നമ്മൾ ഈ റൗണ്ടായിട്ട് ഒട്ടിച്ചെടുത്തത്. ഈ സൈസിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് റിങ്ങിൻ്റെ വലിപ്പം കൂട്ടിക്കൊടുത്താൽ മതി. ത്രെഡ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് 2ആയിട്ട് മടക്കി കൊടുക്കുക. ത്രെഡിൻ്റെ ആ ഒരു മടക്ക് വരുന്ന ഭാഗം നമ്മുടെ റിങ്ങിൻ്റെ അടിവശത്തോട് വെക്കുക. ത്രെഡിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ റിങ്ങിൻ്റെ മുകൾ വശത്തൂടെ എടുത്തിട്ട് ഇതുപോലെ കോർത്തെടുക്കുക. ഇനി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഈ റിങ് കംപ്ലീറ്റ് ആയിട്ട് വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് എല്ലാ ത്രെഡും ഇതുപോലെ ചേർത്ത് പിടിച്ച ശേഷം ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലൂടെ അടുത്ത സൈഡിലേക്ക് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇനി ത്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് കുരുങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ ഒരു ത്രെഡ് വെച്ചിട്ട് മുകളിലായിട്ട് ഒരു കെട്ടുകൂടി കൊടുക്കാം. കുറച്ച് അകലം വിട്ടിട്ട് വേണം നമുക്കിതുപോലെ കെട്ടിട്ട് കൊടുക്കാനായിട്ട്. കണ്ടാലൊരു തൊപ്പിയുടെ ഒക്കെ ലുക്ക് വരണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ഭംഗി നമ്മുടെ തൊപ്പിക്ക് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു കുഞ്ഞു പേപ്പർ നമ്മളിത് ബോൾ പോലെ ആക്കിയിട്ട് ഈ ഒരു തൊപ്പിക്കകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു തൊപ്പിക്ക് അതിൻ്റെതായ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങൾ ചെയ്തെടുക്കാനായിട്ട് വൈറ്റ് കളർ ത്രെഡ് ഇതുപോലെ ചുറ്റിയിട്ട് നമുക്കൊരു ബോൾ പോലെ ആക്കിയെടുക്കണം. ത്രെഡ് നമുക്കിതുപോലെ പെന്നിലേക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസിലേക്കോ ഏതിൽ വേണമെങ്കിലും ചുറ്റിയെടുക്കാം. ചുറ്റുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതുപോലെ ഒരു കുഞ്ഞു പീസ് ത്രെഡ് കട്ട് ചെയ്ത് വെക്കാനും കൂടി മറക്കണ്ട കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ കെട്ടിട്ട് എടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അത് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ത്രെഡ് വെച്ച് നമ്മളൊരു ബോൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. നമ്മൾ മുകളിൽ വെച്ചിട്ട് ആ ഒരു ത്രെഡിനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പേപ്പറൊക്കെ മുറിച്ച് പഴകിയ കത്രിക കേട്ടോ. അതുകൊണ്ട് മുറിക്കാൻ കുറച്ച് പാടുണ്ട്. എന്നാലും നമുക്ക് ചെയ്തെടുക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതിനെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചിരിച്ച് കൊടുക്കുക. സൈഡൊക്കെ കട്ട് ചെയ്ത് വിടുക കേട്ടോ. നൂല് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ചീർപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു നൂലിനെ ഇതുപോലെ ചീകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് ചീകി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പഞ്ഞി പോലെ ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഈ ഒരു തൊപ്പിക്കകത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലെ ഗ്ലൂ ഗണ്ണ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ തൊപ്പിയും അതുപോലെ തന്നെ നമ്മുടെ സാൻഡയുടെ ആ ഒരു താടിയൊക്കെ ഉണ്ടല്ലോ, അതും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു മുത്ത് കൊണ്ട് നമ്മളിത് ഇവിടെ ഒട്ടിക്കുകയാണ്. സാൻഡയുടെ മൂക്ക് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കീ ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ കാണാം. ബൈ.